ആലപ്പുഴയുടെ ഹൃദയഭാഗത്ത് 400 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമുണ്ട്. അവിടെ സാധാരണമായി ശാന്തമായ അന്തരീക്ഷമാണ്. ഈ ദിവസങ്ങളിൽ കാത്തിരിപ്പിന്റെ ഒരു മുഴക്കമുണ്ട്. കാരണം ഈ ആഴ്ച അവർ ആഘോഷിക്കുകയാണ്. Say myself, Vinod Bhatt. I am working with Karnataka Bank. I am staying here for the last 30 years. I am connected with this temple for the last 30 years. Regarding this temple, I am very much, blessed for so many reasons. From the day one I came here, I am blessed with a lot of opportunities, and in my life I am uplifted in many ways. Old Tirumala temple. It's about 380 years old, and it belongs to our community, Gauda Saraswat Brahmins. So it's a very small community. Actually, we have migrated from Goa maybe around to Kerala maybe around 750-800 years back. Everything is based on faith. See, the temple itself, we consider it just like a human body. Just like we protect our human body, we protect our temple. Our belief system is connected with temples. We follow the tradition of believing in God and following the rituals, traditions, etc. തുജപൂർണ്ണ പ്രതിഷ്ഠാ മഹോത്സവം ജീവിതത്തിന്റെയും പ്രസരിപ്പിന്റെയും ഒരു ദിവസം. പഴയ തിരുമല ക്ഷേത്രത്തിലെ കൊടിമരം ഒടുവിൽ മാറ്റി സ്ഥാപിച്ചു. ക്ഷേത്രത്തിന് മുകളിലൂടെ ഉയർന്നു പറക്കുന്ന ഗരുഡൻ അഭിമാനത്തോടെ ഭക്തരെ വീക്ഷിക്കുന്നു. ചടങ്ങുകൾ വസ്തുവിലേക്ക് ജീവൻ ശ്വസിക്കുകയും അവരുടെ ദേവതയെ ആഘോഷിക്കുകയും ചെയ്യുന്നു. അതിനാലാണ് ഈ 5 ദിവസത്തെ ഉത്സവം നടക്കുന്നത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു വാഹനപൂജയുണ്ട്. ദിവസവും സ്വർഗീയ മലകളുടെ ഒരു പുതിയ മൂർത്തിയുണ്ട്. ഹനുമാൻ, ഗരുഡൻ, ശേഷ്നാഗ്, സൂര്യ, ഹൻസൻ. Our community is like a family to all of us. Aarat and Saptaham are not just events but cherished gatherings that have become an indispensable part of our lives. The deep bond we share as a community is rooted in the divine feet of our beloved Lord Venkatpati. Not a day goes by at the temple without someone, usually the elders in our community, asking about my studies, offering their blessings, and wishing me success in my upcoming exam. They often say, "I'll tell Bhagwan to be with you. Don't worry, Bhagwan will take care of everything." ദീപാലങ്കാര സേവ. ക്ഷേത്രത്തിൽ നിന്ന് പല്ലക്കിലെത്തുമ്പോൾ 1000 വിളക്കുകൾ ഒരുമിച്ച് കത്തിക്കുന്നു. അവയുടെ പ്രകാശം ദേവനെ രൂപപ്പെടുത്തുന്നു. ഊനാലിലിരിക്കുന്ന അദ്ദേഹത്തെ 8 സംഗീതവും നൃത്തവും നൽകി ആദരിക്കുന്നു. ഓരോന്നും ഭക്തിയുടെയും കരകൗശലത്തിന്റെയും തെളിവാണ്. ദിഗ്വിജയ്.
അയൽപ്പക്കത്തിന്റെ ഹൃദയഭാഗത്ത് ദേവൻ വീടുകൾ തോറും കയറി ഇറങ്ങുന്ന ചടുലമായ ഘോഷയാത്ര ആരംഭിക്കുന്നു. ഓരോ വീട്ടിലെ കുടുംബാംഗങ്ങൾ സമ്മാനങ്ങൾ നൽകുകയും അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കാരണം സമൂഹം പങ്കിട്ട ആഘോഷത്തിൽ ഒത്തുചേരുന്നു. ഘോഷയാത്ര മണിക്കൂറുകളോളം നീളാം. എല്ലാവരും പങ്കെടുത്ത് പ്രകാശത്തിന്റെയും സന്തോഷത്തിന്റെയും ഭക്തിയുടെയും അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കുന്നു. രഥപൂജ. വിളക്കുകളും പൂക്കളും കൊണ്ട് അലങ്കരിച്ച രഥവുമായി ക്ഷേത്രത്തിന് ചുറ്റും ഒരു യാത്ര നടത്തുന്നത് വർഷം തോറും നടക്കുന്ന ഒരു സംഭവമാണ്. ഇന്ദ്രിയങ്ങൾക്ക് ഒരു വിരുന്ന്, നിറങ്ങളുടെയും പ്രസരിപ്പിന്റെയും സമൃദ്ധിയിൽ നിങ്ങൾ മതിമറന്നിരിക്കുന്നു. അത്തരമൊരു രാജകീയ ക്രമീകരണത്തിൽ ആഘോഷത്തിനുള്ള അവസരത്തിൽ നിങ്ങളുടെ പ്രതിഷ്ഠമായ കാണുന്നതിൽ ഭക്തർ സന്തോഷിക്കുന്നു. ആളുകൾ ചേർന്ന് രഥം വലിച്ച് ലിവർ ഉപയോഗിച്ച് തിരിയുന്നു. ഒരു ചെണ്ടമേളം ഘോഷയാത്രയെ അനുഗമിക്കുന്നു. ഒരു രാത്രി വൈകുവോളം നീണ്ടു നിൽക്കുന്ന ഒരു മാസ്മരിക പരമ്പര. പള്ളിവേട്ട. ചരിത്രത്തിൽ ആദ്യമായാണ് പഴയ തിരുമല ക്ഷേത്രത്തിൽ ഈ ചടങ്ങ് നടക്കുന്നത്. ഒരു തരം വേട്ടയാടൽ ചടങ്ങ്. 350 വർഷത്തിനിടെ ആദ്യമായി ക്ഷേത്രം അലങ്കരിക്കുന്നത് പവിത്രമാണ്. വേട്ടക്കാരൻ വിനോദത്തിനാണ് ഈ ചടങ്ങ് ചെയ്യുന്നത്. കൂടുതൽ ഗംഭീരമായ ചടങ്ങിന് മുന്നോടിയായാണ് ഈ ചടങ്ങ് നടത്തുന്നത്. കൈകൊണ്ട് നിർമ്മിച്ച ഒരു കൃത്രിമ കാട്ടിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു തെങ്ങാണ് ഇതിന് ഐതിഹ്യം. പുരോഹിതൻ ഒരു വെള്ളി വില്ലും അമ്പും വഹിച്ചുകൊണ്ട് വേട്ട നടത്തുന്നു. തെങ്ങ് പാപങ്ങളെ പ്രതിനിധീകരിക്കുന്നു. കൊല്ലുന്നത് വളർച്ചയ്ക്കും പരിശുദ്ധിക്കും ഇടം നൽകുന്നു. ധ്വജ പുനഃപ്രതിഷ്ഠാ മഹോത്സവത്തിന്റെ അവസാന ദിവസം ഒരു അന്തിമ ബോധമുണ്ട്. സ്നാനച്ചടങ്ങിനായി ദേവൻ ക്ഷേത്രകുളത്തിലേക്ക് പോകുന്നു. ിലേക്കും വെള്ളമൊഴുക്കുമ്പോൾ പ്രധാന പുരോഹിതൻ വിഗ്രഹം തലയ്ക്ക് മുകളിൽ വെക്കുന്നു. ഇന്ന് പതാക താഴ്ത്തുന്ന ദിവസമാണ്. പക്ഷെ ആ രാത്രി ഇപ്പോഴും അത് ജീവിക്കുന്നു. The new generation, whether they believe in God or not, that is the main question arised nowadays. Actually, see, with the life experience, you come to know what is God, what is greatest of divinity. You can say God is greatest of divinity. If 100 people come here, they are having different experiences. And that is the beauty of the God. How you feel, how you experience the things. In what all ways you can come in a better way in life. From good to better to best.